കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ കോൺഗ്രസ്സുകാർക്ക് പ്രവേശനമില്ലെന്ന രീതിയിൽ ഒരു ബോർഡ് വെച്ചിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കേരളത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ബോർഡ് വന്നിരിക്കുന്നത്. ഒരു ഫ്ലെക്സ് ബോർഡാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതിവിടെ ആഡ് ചെയ്യാം കേട്ടോ. അതിനു മുമ്പ് എൻ്റെ ഒരു ചോദ്യം, മുനമ്പത്താണ് ഈ സംഭവം നടക്കുന്നത്. മുനമ്പം പള്ളിയുടെ മുമ്പിലാണ് ഈ ബോർഡ് വന്നിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തമായ അഭിപ്രായമുള്ള ആൾക്കാരാണ് വീഡിയോ കാണുന്നത് എനിക്കറിയാം. നിങ്ങൾ വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന് പിന്തുണയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ BJP എന്ന് കമന്റ് ചെയ്യുക. പിന്തുണയ്ക്കുന്നില്ല, അത് തെറ്റാണ് കൊണ്ടുവന്നത് എന്നാണ് നിങ്ങളുടെ വിശ്വാസം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വഖഫ് എന്ന് കമന്റ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ വഖഫ് ഭേദഗതി പിന്തുണയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ BJP എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ആൾക്കാരുടെ ഒരു വൈബ് അറിയുന്നതിന് വേണ്ടിയാണ് കമന്റ് ചെയ്യാതെ ആരും മുമ്പോട്ട് പോകരുത്, ജസ്റ്റ് കമന്റ് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് വരാം. മുനമ്പം പള്ളിയെ പറ്റി ഞാൻ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുനമ്പം ആൾക്കാരോടൊപ്പം തന്നെയാണ് നമ്മൾ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റി പറയാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് പോയി വഖഫ് ഭേദഗതി നിയമം വന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ നോക്കപ്പം സേട്ടിൻ്റെ ഫാമിലി അവരുടെ അവകാശവാദം പിൻവലിക്കും നമ്മൾ കാണുന്നു. ഇന്നലെ വഖഫ് നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള മനംമാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഇതുവരെയുള്ള വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വോട്ട് കുത്തികളായിട്ടിരുന്ന ആൾക്കാർ വരെ മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇന്ന് തിരുവല്ലയിൽ ഞാൻ നോക്കാൻ നേരത്ത് മറ്റൊരു ബോർഡ് ഇപ്പം വന്നിട്ടുണ്ട്. തിരുവല്ലയിൽ അത് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് BJPയുമായി ബന്ധപ്പെട്ടൊരു ബോർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ BJP സ്നേഹിതരാക്കി, നന്ദി. തിരുവല്ല നിയോജക മണ്ഡലം നീരണം പഞ്ചായത്തിലെ ഒരു പരമ്പരാഗത കേരള കോൺഗ്രസ് കുടുംബം. എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യൻസ് ആണ്. കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ പാർട്ടിയാണല്ലോ. തങ്ങളുടെ വീടിന് മുമ്പിൽ സ്ഥാപിച്ച ഒരു ഫ്ലെക്സ് ബോർഡിലെ വരികളാണിത്. കേരളത്തിലുടനീളം സംഭവിക്കാൻ പോകുന്ന വിപ്ലവകരമായ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമാണ് തിരുവല്ലയിൽ ഉയർന്നു വരുന്നത് ഈ ഫ്ലെക്സ് എന്നുള്ള രീതിയിലാണ്. അത് BJPക്ക് അനുകൂലമായി താമര ചിഹ്നമൊക്കെ വെച്ചിട്ടൊരു ഫ്ലെക്സ് ഒരു വീടിന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ കേരള കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവർ വരെ മാറി ചിന്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി പള്ളിയിലേക്ക് വരാം. പള്ളിയിൽ വെച്ചിരിക്കുന്ന ബോർഡ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. മുനമ്പം പള്ളിയുടെ മുമ്പിൽ നിങ്ങൾക്ക് ആ പള്ളിയും കാണാം. 30% വോട്ട് ബാങ്കിന് വേണ്ടി KCBCയുടെ അഭ്യർത്ഥനകൾ നിരാകരിച്ച് 610 കുടുംബങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ ഒറ്റുകൊടുത്ത കോൺഗ്രസ് MPമാർക്കും ഭേദഗതി ബില്ലിനെ നിരന്തരം എതിർത്ത മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും ഈ സമരപ്പന്തൽ ഇനി പ്രവേശനമില്ല. മുനമ്പം ജനത എന്നുള്ള രീതിയിലാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കി, ഇത് കേരളത്തിലൊരു ബോർഡാണ്. ഇതുവരെ കേരളത്തിൽ BJPക്കൊന്നും വോട്ട് ചെയ്യാത്ത, അങ്ങനെ വലിയ രീതിയിൽ BJPക്കൊന്നും വോട്ട് ചെയ്യാത്ത ആൾക്കാരാണ് ഈ മുനമ്പത്തെ മനുഷ്യർ. ഞാനിപ്പോഴും പറയാം, കേരളത്തിൽ BJPയുടെ നേതാക്കന്മാരുടെ എണ്ണം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ കൂടി 2-3 പേര് ഒഴിച്ച് ബാക്കി ആരോടും എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. എനിക്ക് താല്പര്യം കേരളത്തിലെ BJPയുടെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവരെ അത്ര വലിയ പെർഫോമൻസ് ഉള്ള ആൾക്കാരായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ ചിലയിടത്ത് നിന്നിട്ട് ഭയങ്കര പെർഫോമൻസ് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും ഒരു ആവറേജ് ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ ലോട്ടറി അടിച്ച അവസ്ഥയാണ് കേരളത്തിലെ BJPക്കാർക്ക്. ഇവർ വലിയ പെർഫോമൻസ് ഒന്നും ചെയ്യുന്നില്ല. ഇവർക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും നിൽക്കാനും പെടുന്നില്ല. പക്ഷേ ഇവർക്ക് വോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിപ്പോൾ മോദിക്കുള്ള വോട്ടാണ് സത്യത്തിൽ കേരള BJPയുടെ ക്രെഡിറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതല്ല. ഇവരുടെ നേതാക്കന്മാരുടെ കഴിവൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ വ്യക്തികളെ എനിക്ക് താല്പര്യം തോന്നിയിട്ടുള്ള നേതാക്കന്മാരൊന്നും കേരള BJPയിലും ഇല്ല. എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷേ ഇവർ ഭയങ്കര ഈ ഭാഗ്യം എന്നൊക്കെ പറയത്തില്ല ആ സംഭവം. ഇപ്പം മുനമ്പം വിഷയം വരുന്നു. മുനമ്പം വിഷയം വരാൻ നേരത്ത് അത് ഇപ്പം ഷോൺ ജോർജിനെ പോലുള്ള BJPക്കാരും ഒക്കെ ഇടപെടുന്നു. അവിടെ വലിയ രീതിയിൽ ചർച്ചയാവുന്നു. ആ സമയത്ത് തന്നെയായിരുന്നു വഖഫ് ഭേദഗതി ബില്ല് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് കണക്റ്റ് ആവുന്നു. അങ്ങനെ ക്രൈസ്തവർക്കിടയിൽ ഇത് ക്രൈസ്തവരെന്നൊക്കെ പറയുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് കുത്തികളാണെന്നുള്ളതാണ് സത്യം. അവർ നിരന്തരം കോൺഗ്രസിന് വോട്ട് കുത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ. അവർ മാറി ചിന്തിക്കുന്ന അവസ്ഥ വരികയാണ്. പല ആൾക്കാരും സത്യസന്ധം പറഞ്ഞാൽ മാറി ചിന്തിക്കണം. ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാ രാഷ്ട്രീയക്കാരുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു പാർട്ടിയുടെയും വർഗീയതയുടെ താല്പര്യമില്ല. വർഗീയ പാർട്ടി വരണമെന്നും ആഗ്രഹമില്ല. പക്ഷെ എന്ത് ചെയ്യാൻ? കേരളത്തിൽ വർഗീയതയില്ല, ഞങ്ങൾ സെക്യുലർ ആണെന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഇവിടെ ആദ്യത്തെ വർഗീയവാദികൾ. ന്യൂനപക്ഷ പ്രീണനം, ആ പ്രീണനം, ഈ പ്രീണനം, ഈ പാർലമെന്റ് ഓടിളക്കി വൃത്തികെട്ട നിയമങ്ങൾ പാസ്സാക്കി കൊടുക്കുക. ഈ വഖഫ് നിയമം, നമ്മൾ ഈ വഖഫ് ബോർഡിനെതിരൊന്നുമല്ല. സാധാരണ വിശ്വാസികൾ അവർ ദൈവത്തിന് കൊടുക്കുന്നതാണ് വഖഫ് എന്ന് പറയുന്നത്. സത്യസന്ധമായി പറഞ്ഞാൽ നല്ല കാര്യമാണ്, എന്ത് പ്യുവറായിട്ടുള്ള കാര്യമാണ്. സാധാരണ ഒരു മനുഷ്യൻ അവർ ഒരു സേവനത്തിന് വേണ്ടി അവരുടെ ഭൂമി കൊടുക്കുന്നു. പക്ഷേ ഈ സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാരുണ്ടല്ലോ, ഇവർ ഈ പാവം മുസ്ലിംസിനെ തന്നെ ഒരുമാതിരി ആക്കിക്കളഞ്ഞ പരിപാടിയാണ്. അനാവശ്യമായ രീതിയിലും ഓരോ നിയമങ്ങൾ പാസ്സാക്കി കൊടുത്തു. അനാവശ്യമായ രീതിയിൽ സത്യത്തിൽ യഥാർത്ഥ വിശ്വാസികളെ പറ്റിക്കുന്നത് ഈ കോൺഗ്രസിനെ പോലുള്ള ആൾക്കാരാണ്. ഇവർ അമിതമായ രീതിയിലൊരു പ്രീണന രാഷ്ട്രീയം കളിക്കുന്നതാണ്, അമിതമായ രീതിയിൽ. അതുകൊണ്ട് തന്നെയാണ് 1995-ലും 2013-ലും ഒക്കെ 2013-ലും ഇലക്ഷന് മുമ്പൊക്കെ ഒരു നിയമങ്ങളൊക്കെ അങ്ങ് പാസ്സാക്കി കൊടുക്കുകയാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ജനാധിപത്യരായിട്ടൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന നിൽക്കുന്ന രാജ്യത്ത് ഇതുപോലുള്ള നിയമങ്ങളൊക്കെ പാസ്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ ആർക്കും ഉപകാരപ്പെടുന്നത് കോൺഗ്രസിനല്ല, BJPക്കാണ്. കേരളത്തിൽ BJP എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വളർച്ചയൊന്നുമില്ല. പാർട്ടിക്ക് ഭയങ്കര വളർച്ചയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മോദി, അമിത്ഷാ അത് മാറ്റി വെക്ക്. അവർ വേറെ ലെവൽ ലീഡേഴ്സാണ്. അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്.
അവർ ഇന്ത്യ മുഴുവൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പിനും കൊള്ളൂല. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പകരം ഈ കുടുംബ രാഷ്ട്രീയമൊക്കെ മാറ്റി, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, രാജ്യത്ത് പ്രതിപക്ഷം വേണം. അക്കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന്. പുള്ളി നെഹ്റു ഈ ഫാമിലി ജനിച്ചു, അതുകൊണ്ട് മേടിച്ച് കിരീടം കൊടുത്ത് രാജാവിനെ പോലെ വെച്ചിരിക്കുക. എന്തിന്? ഇന്ത്യ ജനാധിപത്യ രാജ്യമല്ലേ? ആ ജനാധിപത്യ രാജ്യത്ത് ഒരാളെ പിടിച്ച് കിരീടം കൊടുത്തിരിക്കുകയാണ്. ഇതുവരെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് വോട്ട് കൊടുക്കുന്നതായിരുന്നു ഈ ക്രിസ്ത്യൻസിനൊക്കെ ഇഷ്ടം. പക്ഷെ എന്ത് ചെയ്യാൻ ഇവിടെ വോട്ട് ബാങ്ക് നോക്കിയിട്ട് ഒരു സൈഡിലുള്ള ആൾക്കാരെ വെറുതെ നൈസായിട്ടൊക്കെ തേച്ച് വിട്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നോക്കാൻ നേരത്തെ ഇപ്പോൾ വർഗീയ പാർട്ടി, മതേതര പാർട്ടി എന്ന് പറയുമ്പോൾ, വർഗീയ പാർട്ടി എന്ന് പറയുമ്പം ഒരു ഹിന്ദു പാർട്ടിയാണ് BJP അല്ലേ? ഹിന്ദു പാർട്ടിയാണ്. ഇവരുടെ കൈ നോക്കിക്കഴിഞ്ഞാൽ വനിതാ പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് മേഖലയിൽ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നുണ്ട്. ന്യൂനപക്ഷ MLA-മാരുണ്ട്, മന്ത്രിമാരായിട്ടുണ്ട്. ഇവിടെ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടിയെ നോക്കിയേ, അവർ ഈ നാട്ടിൽ സെക്യുലർ പാർട്ടി എന്ന് പറഞ്ഞത് ആരെങ്കിലും വിശ്വസിക്കുക? ഒരു സെക്യുലർ പാർട്ടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരെങ്കിലും ഒരു കഷായത്തിന് കൂട്ടാൻ വരും, ഒരു ഹിന്ദുവിനെയോ ക്രിസ്ത്യൻസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതുപോലെ കുറേ തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മതേതര ജനാധിപത്യ പാർട്ടി എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്ന പല പാർട്ടികളും തട്ടിപ്പ് പാർട്ടികളാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ചിട്ട് ചുമ്മാ അനാവശ്യ രീതിയിലുള്ള കലാപരിപാടി ചെയ്യുക. അതുകൊണ്ട് തന്നെ കേരളം എന്ന് പറയുന്നത് ഇപ്പോൾ BJPക്ക് വളർക്കൂറുള്ളൊരു മണ്ണായി മാറുന്നു. അത് കേരള BJPയുടെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ കഴിവായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ കേന്ദ്രം എന്ന് പറയുന്നത് കിടലൻ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം വഖഫ് ഭേദഗതി നിയമം, മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് വഖഫ് ഭേദഗതി ബില്ല് എന്നുള്ളൊരു ബില്ല് കൊണ്ടുവന്നു. കോൺഗ്രസ് ആണെങ്കിൽ കൊണ്ടുവരില്ല, രാഹുൽ ഗാന്ധിയാണെങ്കിൽ കൊണ്ടുവരില്ല. അവർ ചുമ്മാ പ്രീണനം കാണിക്കും. മുനമ്പത്തെ മനുഷ്യർ ഇപ്പം എന്ത് ചെയ്തിട്ട് വന്നേനെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ആർട്ടിക്കിൾ 370 കാശ്മീർ, ഇവിടെ കുറേ ആൾക്കാരൊക്കെ ബഹളം വെക്കുന്നത് കാണാം. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാജ്യത്തിൻ്റെ ഭാഗമായി കാശ്മീർ എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റെന്തുവരും വേറൊരു രാജ്യം പോലായിരുന്നു പ്രവർത്തിച്ചിട്ട്. പട്ടാളക്കാർക്ക് നേരെ നിരന്തരം കല്ലേറുക, അവർ പാകിസ്ഥാൻ്റെ കൊടിയുയർത്തുക. ഈ നാട്ടിലൊക്കെ അതിനൊക്കെ ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ കാണാൻ നേരത്താണ് ഇവിടെ ആൾക്കാർ മോദിക്ക് വോട്ട് കുത്തുന്നുള്ളതാണ്. മോദിക്ക് വോട്ട് കുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ആർട്ടിക്കിൾ 370 ഒക്കെ ന്യായീകരിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ആർട്ടിക്കിൾ 370ക്ക് മുമ്പൊക്കെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ്? കാശ്മീർ, കല്ലേറ്, ബഹളം, തീവ്രവാദം, ഇത് വെടിപ്പുക, സ്വസ്ഥതയില്ലായ്മ. പിന്നെ അതുപോലെ കേരളത്തിൽ നിന്ന് ഒരാൾക്ക് അവിടെ പോയി ഒരു കച്ചവടം ചെയ്യാനോ സ്ഥലം മേടിക്കാനോ, അങ്ങനെ മനുഷ്യാവകാശ ലംഘനം തന്നെ നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടിൽ പോയി ചെയ്യാൻ പറ്റുന്ന ഒന്നും കാശ്മീരിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് പൂട്ടിക്കെട്ടി വെച്ചിരിക്കുക. അങ്ങനെ ഒരു നാടായിരുന്നു കാശ്മീർ. ഇപ്പോൾ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ മോദി ഗവൺമെൻറ് കിടിലൻ പെർഫോമൻസ് ആണ്. നമ്മുടെ നാട്ടിലെ റോഡ്, റെയിൽവേ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഇന്ന് ഞാൻ മോദിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. 40 വർഷം എടുത്തു കൊല്ലം ബൈപ്പാസ്, അവർ വന്നിട്ട് 5 വർഷത്തിനുള്ളിൽ തീർത്തു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാഷണൽ ഹൈവേയുടെ വർക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വർക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് എന്താണ് നടന്നുകൊണ്ടിരുന്നത് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്തെ രാഹുൽ വേണോ മോദി വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെയൊക്കെ മലയാളികൾ ഒരു വലിയ ശതമാനം പറയായിരുന്നു രാഹുൽ മതിയായിരുന്നു. അപ്പോൾ അത് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ക്രൈസ്തവർക്കിടയിൽ ഇളക്കം വന്നിട്ടുണ്ട്. ഇത് BJPയിലേക്ക് സംഭവം വോട്ട് പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രീണനമാണ്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇപ്പം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പള്ളിക്ക് മുമ്പിൽ, ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് മുമ്പിൽ മുനമ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബോർഡ് വരികയാണ്, കോൺഗ്രസ്സുകാർക്ക് പ്രവേശനം വരുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അടുത്ത നിയമസഭാ ഇലക്ഷന് കോൺഗ്രസ്സിനുള്ള മരണമണിയാണ് അടിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പാല പോലുള്ള പല സ്ഥലത്തും ഈ ക്രൈസ്തവർക്ക് കൃത്യമായി വോട്ട് ബാങ്ക് ഉണ്ട്. അവർക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിലും തോൽപ്പിക്കാൻ പറ്റുന്ന വോട്ട് ബാങ്ക് ഉണ്ട്. വോട്ട് മാറ്റി കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ മുസ്ലിംസും അതുപോലെ തന്നെ ഹിന്ദുസ് ഒഴിച്ച് മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ഇവർക്ക് കൃത്യമായ രീതിയിൽ മതം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. കൃത്യമായ രീതിയിൽ പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. സ്ത്രീകളൊക്കെ അവിടെ പള്ളിയിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതനുസരിക്കുന്ന ആൾക്കാരൊക്കെയാണ് അവരൊക്കെ. അപ്പോൾ അങ്ങനെ വോട്ട് വലിയ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അങ്ങനെയല്ല ഹിന്ദുസ് എന്ന് പറയുന്നത്. അവരിപ്പോൾ നായർ, നമ്പൂതിരി, ഈഴവ എന്നൊക്കെ പറഞ്ഞ് പല ഗണത്തിൽ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ SNDPയുടെ വോട്ടൊക്കെ വലിയ രീതിയിൽ BJPയിലേക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഇലക്ഷൻ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് ബാധിക്കുന്നത് LDFനെയാണ്. ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, കേരള കോൺഗ്രസ് ഒക്കെ ഒരു 5 വർഷത്തിനുള്ളിൽ എവിടെ പോകുന്നു നമുക്ക് കണ്ടറിയേണ്ടി വരും. BJPയുടെ ഭാഗമായി ചിലപ്പോൾ ജോസ് കെ മാണിയൊക്കെ കേന്ദ്രമന്ത്രിയായിട്ട് ഇരിക്കേണ്ടി വരും കേട്ടോ. ചിലപ്പം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയാണ് കേരള രാഷ്ട്രീയം പോകുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വഖഫ് ഭേദഗതി ബില്ലിന് നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ BJPന്നും അല്ല പിന്തുണയ്ക്കുന്നില്ല, വളരെ മോശമാണ് ഈ പാർലമെൻറ്റിൽ കൊണ്ടുവന്നത് എന്നാണെന്നെങ്കിൽ വഖഫ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് പേജ് കാണുന്നത് ഫോളോ ചെയ്ത് ആ ബെൽ ബട്ടൺ കൊണ്ട് അമർത്തുന്ന കാര്യം മറക്കരുത്. നമ്മൾ ആദ്യമേ തൊട്ട് പറയുന്നുണ്ട്, മുനമ്പത്തെ മനുഷ്യരോടൊപ്പമാണ്, മുനമ്പത്ത് 610 കുടുംബത്തോടൊപ്പമാണ്. അവർക്ക് നീതി വേണം.
അവർക്ക് ഇത്രയും കാലം ജീവിച്ച മണ്ണിൽ അഭയാർത്ഥികളായി ജീവിക്കേണ്ടവരല്ല. വഖഫ് ഭേദഗതി ബില്ലിനെ വന്നതിനെ ഞാൻ പിന്തുണയ്ക്കുന്നു. മോദി ഗവൺമെൻറ് ഈ കൊണ്ടുവന്നതിനെ ഞാൻ പിന്തുണയ്ക്കുന്ന ആളാണ്. ഇത് പബ്ലിക്കായിട്ട് പറയുന്നത് എനിക്കൊരു മടിയുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയും. അത് എടുപ്പേജ് കാണുന്ന ഫോളോ ചെയ്യുന്നതിന് പരിഗണിക്കാം.